ഹായ്, കുറച്ചായല്ലോ കണ്ടിട്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമുക്ക് വീഡിയോ തുടങ്ങാം. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുക്കള പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങളും അടുക്കളയിൽ തന്നെ. ഈ തീയുള്ള വിറകടുപ്പിലാണ് ഇന്നെല്ലാം. ഗ്യാസ് അടുപ്പിലോട്ട് ഇന്ന് യാത്ര വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. അതായത് നമ്മൾ രാവിലത്തെ കാപ്പി പരിപാടി മാത്രമേ ഇന്ന് ഗ്യാസ് അടുപ്പിലുള്ളൂ. ബാക്കി എല്ലാം ഇന്ന് വിറകടുപ്പിലാണ്. അങ്ങനെ അരിയും കറിയൊക്കെ റെഡിയായി. ഇന്ന് നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ടാണ് വയ്ക്കുന്നത്. രാവിലെ ദോശ മാവില്ല എന്നുള്ളവരും കണ്ടില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഗോതമ്പ് പുട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് മാവാണ്. അപ്പോൾ അതിനെ കുറച്ചിട്ട് നമ്മൾ വറക്കും. അതറിയാമല്ലോ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നല്ലവണ്ണം വറുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മാവ് എടുത്ത് അതൊന്ന് ചൂടാക്കി നല്ലവണ്ണം വറുത്ത് നമ്മൾ വയ്ക്കുക. തണുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുത്താൽ നല്ല നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് നല്ല പൊറാന്ന് കിട്ടും കേട്ടോ. ഉണ്ട പിടിക്കില്ല, കട്ട കെട്ടില്ല, ഒന്നും ചെയ്യില്ല. കണ്ടല്ല, നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ കുറച്ച് വെള്ളം നനച്ച് നമ്മൾ കുഴച്ചെടുത്താൽ മതി. നല്ല അടിപൊളിയാണ്. അങ്ങനെ ഗോതമ്പ് മാവ് റെഡി ആയിട്ടുണ്ട്. റേഷൻ ഗോതമ്പ് മാവാണ്, റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഗോതമ്പ് പുട്ടും മുട്ട കൊണ്ട് ഒരു ചെറിയ പുരട്ട് പോലെ ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ കറി. തട്ടിക്കൂട്ട് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ സ്വപ്നം കണ്ടതുപോലെ ഇന്ന് ഞാൻ പുട്ട് ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഞാൻ ആരോരുടെ ഒരു വീഡിയോയിൽ പുട്ട് ഞാൻ കണ്ടു. അപ്പോഴേ ഞാൻ വിചാരിച്ചു പുട്ട വയ്ക്കണമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് രാവിലെ നോക്കിയപ്പം ദോശ മാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതായത് നെത്തോലി മീനാണ്. അതുകൊണ്ട് ഇന്നൊന്നും വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഞാൻ പഴയതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും നമ്മളെ പുളിച്ചിക്കയും എല്ലാം കൂടെ ഇട്ട് തന്നെയാണ് നെത്തോലി മീൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. പുളിച്ചിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുമ്പം പുളി ഒന്നോ രണ്ടോ, ചെറിയ ഏറ്റവും പുളിപ്പ് കുറഞ്ഞത് നോക്കി ഒന്നോ രണ്ടോ പുളി മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വലുതായിട്ടിടൂല. അതിടുമ്പോൾ ഒരു ടേസ്റ്റില്ലേ. മുരിങ്ങയ്ക്കായ ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാക്കിയെല്ലാം കൂടി ചേർത്തൊരു മീൻ കറി വെച്ചു. പിന്നെന്താ, ഇന്ന് വഴുതലങ്ങയും കത്തിരിക്കയും ഒക്കെ മലക്കറി വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതായത് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്തൊന്ന് മെഴുക്ക് പുരട്ടാമെന്ന് വെച്ചു. വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വഴുതലങ്ങയും നമ്മളെ വഴുതലങ്ങയും കത്തിരിക്കയും ഒക്കെ മെഴുക്ക് പുരട്ടും. ചെറിയൊരു മീൻ കറി രൂപത്തിലുള്ള ഒഴിച്ച് കറിയും നെത്തോലി മീനും. ഇന്നലത്തെ മീൻ കുറച്ച് ചൂര മീനും വറ്റിക്കാൻ വേണ്ടി ചെറിയ അടുപ്പിൽ ഞാൻ വച്ചിട്ടുണ്ട്. ആ ആളിങ്ങനെ മൊരിഞ്ഞിരിപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മൊരിഞ്ഞിരിക്കുമ്പം അതിനെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ആളിനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം മീനെല്ലാം അടുപ്പിൽ തന്നെ വീണ്ടും വയ്ക്കുന്നത്. ഗ്യാസിൽ ഇവിടെ നിന്ന് വയ്ക്കുമ്പോൾ ഇവിടെ തന്നെ അങ്ങ് വയ്ക്കാൻ തോന്നും. അത്രേ ഉള്ളൂ. അങ്ങനെ മീൻ കറി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കെന്താ, നമ്മളെ ഈ അടുപ്പിലേക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ചീനച്ചട്ടി വെച്ചിരിക്കുന്നത്. നേരത്തെ കളയൂല. ഈ അടുപ്പിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ചീനച്ചട്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ഒറ്റ ചീനച്ചട്ടി കറുത്ത് കരിവാളിച്ച് പോവും. അതുകൊണ്ട് ഞാൻ ഇതിനെ തന്നെ ഉപയോഗിക്കും. ഈ ചീനച്ചട്ടിക്ക് ഒരു കുഴപ്പമില്ല. അല്പം സൗന്ദര്യം കുറഞ്ഞു, നല്ല പ്രായാധിക്യം കൊണ്ട് അല്പം സൗന്ദര്യം കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ മീനും ഒക്കെ റെഡിയായി. പിന്നെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്നടുപ്പിൽ വെച്ചു. കറി കടുക് വറുത്തു. ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ മീൻ അരയ്ക്കും പോലെ അരച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ച് വറ്റൽ മുളക് ഇട്ട് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് കടുക് വറുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി. നമ്മൾ സാധാ മീനില്ലാത്ത മീൻകറി വയ്ക്കണത് പോലെ തന്നെയാണെങ്കിൽ ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇടാറില്ല. നല്ല ടേസ്റ്റുമുണ്ട്. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ കറി. പിന്നെ ഇതേ കണ്ടല്ലോ, വഴുതലങ്ങ കത്തിരിക്കയും ഞാനിതാ മെഴുക്ക് പുരട്ടിന് വേണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വഴുതലങ്ങ മെഴുക്ക് പുരട്ടുമ്പോൾ വട്ടത്തിലരിഞ്ഞാലാണ് നല്ലവണ്ണം കുഴഞ്ഞ് അങ്ങായി പോകും കേട്ടോ. നമ്മൾ വഴുതലങ്ങയെ നമ്മൾ അവിയൽ രൂപത്തിലരിയണം കേട്ടോ. അവിയൽ രൂപത്തിലരിഞ്ഞാൽ വഴുതലങ്ങ കുഴഞ്ഞു പോവില്ല. അത് ഏറ്റവും വലിയ തെളിവ് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ അവിയലിലരിയുമ്പോൾ അരിഞ്ഞ് നമ്മൾ വിറകടുപ്പിൽ ചെറിയ തീയിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഒരു പ്രത്യേകമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ. സൂപ്പറായിരുന്നു. ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് കുഴഞ്ഞ് മറിഞ്ഞൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടുകാരെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അരിയൊക്കെ വാർത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് മൊരിച്ചെടുക്കണം. അങ്ങനെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ഇരുന്ന സ്ഥാനങ്ങളിലൊക്കെ ഒതുക്കി പറക്കി വച്ചതിന് ശേഷം നമ്മളെ ചോറ് കലത്തിനെടുത്ത് ഒന്ന് മുരിയാൻ വേണ്ടി ഒന്ന് വയ്ക്കാം. ആളവിടെ ഒന്ന് മുറിയണ സമയം കൊണ്ട് നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മളിന്ന് ഉപയോഗിച്ച പാത്രങ്ങളും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തൂത്ത് കുറച്ച് റെഡിയാക്കി എടുത്ത് നമ്മൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം. ഇന്ന് കിട്ടിയതാണ് ഇത്രയും സാധനങ്ങൾ. നാളെ വയ്ക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.